ഹലോ ഐസിഐ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചിക്കൻ റുള്ളാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിലെ ഓരോ കാര്യങ്ങളും തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ബേസായിട്ടുള്ള മാരിനാര സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 തക്കാളി ഇതുപോലെ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് പീൽ ചെയ്ത് ഒന്ന് അടിച്ച് വെക്കുക, തൊലി കളഞ്ഞിട്ട്. പിന്നെ ഒരു പാനിൽ ബട്ടർ ചൂടാക്കിയിട്ട് സവോള ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലുതാണെങ്കിൽ അര സവോള നന്നായി കുനുകുന ചോപ്പ് ചെയ്തത്, 5-6 വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്ത്, എന്നിട്ട് ഇത് ബട്ടറിലിട്ട് നന്നായി ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഇതിലേക്ക് പെപ്പർ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് നന്നായി ഒന്നുകൂടെ ഇത് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച തക്കാളി തൊലി കളഞ്ഞ് അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഹേർബ്സ് ഡ്രൈ ആയിട്ടുള്ളത് മിക്സഡ് ഹേർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ല ഓർഗാനോ ഉള്ളെങ്കിൽ അത് മാത്രം ചേർക്കുക. ഇത് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കുക ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ നന്നായി തിക്കായി കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യുക. നമ്മുടെ മാരിനാര സോസ് ഇവിടെ റെഡിയായി. പിന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക, സ്വല്പം ഉപ്പ് ചേർക്കുക, കുറച്ച് വാൾനട്ട് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഫില്ലിങ്ങിൽ ഇത് വെക്കുമ്പം നല്ലൊരു ഫാറ്റ് കണ്ടൻറ്റും കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ബൈറ്റും കിട്ടും. പിന്നെ 2 ടേബിൾ സ്പൂൺ വീതം കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഫ്രോസൺ കോണ് ചേർത്ത് ഇതിൽ മുട്ടയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ശരിക്കും റുലാഡിൻ്റെ ഉള്ളിലെ നമ്മുടെ ഫില്ലിങ് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. മിക്കവരും ചീരയൊക്കെയാണ് കൊടുക്കുന്നത്, ഞാൻ എന്തായാലും ഈ ഫില്ലിങ്ങാണ് കൊടുക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഫില്ലിങ് കിടുവാണ്, വലിയവർക്ക് മാത്രമല്ല പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓംലെറ്റ് തയ്യാറായി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ഓലിവ് ഓയിൽ എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതിലേക്ക് പെപ്പർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ റുള്ളാഡ് ഉണ്ടാക്കാനുള്ള ചിക്കനിൽ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ്. ഇപ്പം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പോർഷൻ എടുത്തിട്ട് ഒരു ക്ലിങ് റാപ്പ് മേളിലിട്ടിട്ട് ഇതുപോലെ നന്നായി ഇടിച്ച് ഒന്ന് പരത്തിയെടുക്കുക. നമുക്കിതൊന്ന് സോഫ്റ്റൺ ചെയ്യാനും ഒന്ന് പരത്താനുമാണ്, എന്നാലാണ് നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കുക. ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പരത്തി എടുക്കുക. അപ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടും, മീറ്റ് ടെൻഡറൈസ് ചെയ്യാനുള്ള ഒരു സാധനം. അതില്ലെങ്കിൽ ചപ്പാത്തിക്കോൽ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളി ചതയ്ക്കുന്ന സാധനം വെച്ച് ചതച്ചാലും മതി. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഓലിവ് ഓയിൽ, പെപ്പർ, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് 2 ഭാഗത്തും നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്ലിങ് റാപ്പിൽ ഇത് നമ്മൾ എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 ഭാഗത്തും നന്നായി ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് 2 ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ചെഡാറ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്ലെയിൻ ചീസ് യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യാം. ഫില്ലിങ് എന്തും ആവാം കേട്ടോ, ഇത് എൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഓംലെറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വാൾനട്ടും കൂടെ നമ്മൾ ചേർത്ത് ആ ഒരു മിശ്രിതം കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായി റോൾ ചെയ്തെടുക്കും. ഇപ്പം ഞാനിതൊരു ഒറ്റ റോളായിട്ട് എടുക്കുന്ന ഒരു റൊലാഡായിട്ട്, നിങ്ങൾക്കിത് 2 കുഞ്ഞു കുഞ്ഞു റൊലാഡായിട്ടും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ ക്ലിങ് റാപ്പ് വെച്ച് തന്നെ ഇതുപോലെ നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്ത ശേഷം ക്ലിങ് റാപ്പ് വെച്ച് തന്നെ നന്നായി സീൽ ചെയ്ത്
രണ്ടറ്റവും നല്ല നമ്മൾ ഈ മുട്ടായൊക്കെ പൊതിയത്തില്ലേ അതുപോലെ നന്നായി പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്ത ശേഷം നമ്മൾ ഇത് ഒരു അലുമിനിയം ഫോയിലും കൂടെ വെച്ച് നമ്മൾ ഇത് നന്നായി സീൽ ചെയ്യും. എന്നിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ദാ ഞാൻ ക്ലിംഗ് റാപ്പ് ഇട്ട് നന്നായി കവർ ചെയ്തു. ഇനിയൊരു അലുമിനിയം ഫോയിലും കൂടി ഇട്ട് നന്നായി കവർ ചെയ്യാൻ പോവാണ്. ഈ സമയം കൊണ്ട് ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. അത് നന്നായി തിളച്ച് വരുമ്പം വേണം നമുക്കിത് സ്റ്റീം ചെയ്യാനിടാൻ. അപ്പം എന്നെ ചോദിക്കുകയാണെങ്കിൽ പലരും വെള്ളത്തിൽ ഇട്ട് ബോയിൽ ചെയ്യാറുണ്ട്, അല്ലാതെ വെറുതെ സ്റ്റീം ചെയ്യാറുണ്ട്. വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുമ്പം എല്ലായിടത്തും യൂണിഫോമായിട്ട് കുക്കാവും. അതുകൊണ്ട് ഞാനതാ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നന്നായി സീൽ ചെയ്ത് വെള്ളമൊന്നും ഒട്ടും കിടക്കാത്ത രീതിയിൽ നന്നായി സീൽ ചെയ്യുക. വേണമെങ്കിൽ 2 കോട്ടും കൂടെ നിങ്ങൾക്ക് സീൽ ചെയ്യാം കേട്ടോ. സീൽ ചെയ്ത ശേഷം നമ്മുടെ സ്റ്റീമറിൽ ഇവിടെ വെള്ളം നല്ല ചൂടായി റെഡിയായി ഇരിപ്പുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 8-9 മിനിറ്റ് അത്ര മതി ഇത് സ്റ്റീമാവും. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് അതിൽ തന്നെ ഇതിൻ്റെ റാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അതായത് സ്റ്റീമായി ഞാനൊരു 10 മിനിറ്റ് ഇത് അതിൽ തന്നെ വെച്ചിരുന്നു. അതായത് പുറത്തെടുത്തു, പക്ഷേ റാപ്പ് തുറന്നില്ല. ഇപ്പോൾ ഇതാ ഞാൻ തുറക്കുകയാണ്. ഇത് നന്നായി എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിത് എടുത്ത് ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് നമ്മളിത് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കും. ഇതിനെ ബ്രേസിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ബട്ടർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ബട്ടർ ഫ്ലേവർ കൂടെ കിട്ടാൻ. നമ്മളിതിപ്പോൾ സ്റ്റീം ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്നും കൂടെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായി ബട്ടറിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒന്ന് കുക്കായി വരുമ്പം നമുക്ക് ഇത് റെഡിയാവും. നമുക്ക് പിന്നെ ഇത് അസംബിൾ വേണ്ടു. അപ്പോൾ നമ്മുടെ സോസ് ഓൾറെഡി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഈ റൊലാഡും കൂടെ ഒന്ന് ബട്ടർ ബ്രേസിങ് കഴിഞ്ഞ ശേഷം റെഡിയായി. ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വിസ് റോളൊക്കെ വരുന്ന പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയ മാരിനാര സോസ് ആദ്യം ഒന്ന് ലെയർ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റൊലാഡിൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്ലേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ചിക്കൻ റൊലാഡ് വിത്ത് മാരിനാര സോസ് ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തയ്യാറാക്കുന്ന ഡിഷിൻ്റെ പിക്ചറും കൂടെ ഉണ്ടെങ്കിൽ അയക്കണേ. ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.